ഡിജിറ്റൽ അറസ്റ്റ് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 39,489 ബാങ്ക് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് സൈബർ പോലീസ്. 14,563 മൊബൈൽ നമ്പറുകളും 22,102 നമ്പറുകളും ബ്ലോക്ക് ചെയ്തു. 9,894 വ്യാജ ട്രേഡ് സൈറ്റുകൾ പ്രവർത്തനരഹിതമാക്കി. കൊച്ചിയിൽ നിന്നും സഹിൻ ആന്റണിയാണ് വിവരങ്ങളുമായി ചേരുന്നത്. സഹിൻ, ഈ ഒരു ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പെന്ന് പറയുന്നത് ഏറെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയമായി മാറിയിരിക്കുകയാണ്. അതിൽ കൃത്യമായ നടപടികൾ എടുക്കുകയാണോ ഇപ്പോൾ? സ്വാതി, അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഡിജിറ്റൽ അറസ്റ്റ് ഒപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായ ഒരു സാഹചര്യത്തിലാണ് സൈബർ പോലീസ് കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നിരവധി അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്യേണ്ട ഒരു സാഹചര്യം സൈബർ പോലീസിനുണ്ടായിരിക്കുന്നു. മാത്രമല്ല 350 കോടിയിലധികം രൂപയാണ് ഡിജിറ്റൽ അറസ്റ്റ്, ഒപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പ്, മറ്റൊന്ന് ട്രേഡിംഗ് തട്ടിപ്പ്, അങ്ങനെയെല്ലാം ഈ സംഘം തട്ടിയെടുത്തിരിക്കുന്നത് 350 കോടിയോളം രൂപ. മാത്രമല്ല ഈ പോലീസിന്റെ ഒരു കണക്ക് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 39,489 ബാങ്ക് അക്കൗണ്ടുകൾ, ഒരുപക്ഷെ നമ്മൾക്ക് ചിന്തിക്കാനോ ആലോചിക്കാനോ കഴിയാവുന്നതിലപ്പുറം ബാങ്ക് അക്കൗണ്ടുകൾ പോലീസിനെ മരവിപ്പിക്കേണ്ടതായി വന്നു. ഒപ്പം തന്നെ ഈ ഫോൺ നമ്പറുകൾ 14,563 മൊബൈൽ ഫോൺ നമ്പറുകളും ഒപ്പം തന്നെ ലാൻഡ് ഫോൺ നമ്പറുകൾ 22,102 ലാൻഡ് ഫോൺ നമ്പറുകളും പോലീസ് ബ്ലോക്ക് ചെയ്യുകയും ചെയ്തു. കൂടാതെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ട്രേഡിംഗ് സൈറ്റുകളായിട്ടുള്ള 9,894 സൈറ്റുകളാണ് പോലീസ് പ്രവർത്തനരഹിതമാക്കിയത്. ഇതുവരെ 250 കോടിയിലധികം രൂപയാണ് ഈ സംഘം തട്ടിയെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾക്കറിയാവുന്നത് പോലെ തന്നെ വീട്ടമ്മയെ കബളിപ്പിച്ച് 4,10,00,000 രൂപ ഡിജിറ്റൽ അറസ്റ്റിലൂടെ തട്ടിയെടുത്തതോടുകൂടിയാണ് പോലീസ് ഈ കാര്യത്തിൽ അല്പം കൂടി സീരിയസ് ആകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന്റെ കർശനമായ നടപടിയിലേക്ക് അവർ നീങ്ങിയിരിക്കുന്നതും. എന്തായാലും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾക്ക്, പ്രത്യേകിച്ചും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിജിറ്റൽ അറസ്റ്റ് ഒപ്പം തന്നെ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾക്ക് ശക്തമായ നടപടികൾ അവർക്കെതിരെ എടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഈ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇപ്പോൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 39,000-ഓളം ബാങ്ക് അക്കൗണ്ടുകൾ പോലീസിന് മരവിപ്പിക്കേണ്ടതായി വന്നു. ഈ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 350 കോടിയിലധികം രൂപ, നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് നിന്നാണ് ഈ 350 കോടി രൂപ ഈ സംഘം തട്ടിയെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അന്യ നാടുകളിൽ നിൽക്കുന്ന, മറ്റ് സംസ്ഥാനങ്ങളിൽ നിൽക്കുന്ന, പ്രത്യേകിച്ചും ഹൈദരാബാദ്, ഒപ്പം തന്നെ ചെന്നൈ, കൂടാതെ കർണാടക തുടങ്ങിയ നാടുകളിൽ നിന്നെല്ലാം ഈ സംഘങ്ങളുടെ തട്ടിപ്പ് വ്യാപകമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു നടപടികളിലേക്ക് നീങ്ങാൻ പോലീസ് തീരുമാനിച്ചതും. കുട്ടികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്, കോളേജ് വിദ്യാർത്ഥികൾ, അപ്പോൾ തന്നെ സ്കൂൾ വിദ്യാർത്ഥികൾ, ഇവരെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ സംഘം ബാങ്ക് അക്കൗണ്ടുകൾ എടുപ്പിക്കുന്നത്. അവരുടെ അക്കൗണ്ടുകൾ വഴിയാണ് ഈ സംഘം ഈ പണം തട്ടിയെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ നേരിട്ട് പോലീസിന് ഈ തട്ടിപ്പ് സംഘങ്ങളിലേക്ക് കേസെടുക്കാൻ പറ്റുന്നില്ല. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നിരപരാധികളായ കുട്ടികൾ ഇതിൽ പ്രതികളായി മാറുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യമെല്ലാം നിലനിൽക്കുമ്പോഴാണ് പോലീസ് എന്തായാലും ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. സഹിൻ ആന്റണി, എന്തായാലും ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ ശക്തമായ നടപടിയെടുക്കുകയാണ് പോലീസ്.